പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എടുത്തിരിക്കുന്ന നാട്ടിലെ വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം എൻ്റെ 16-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ താഴോട്ട് നമ്മോട് ഇപ്രകാരം പറയുന്നു. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യം വരും എന്നതാണ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായിട്ട് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ആമീൻ. യേശു കർത്താവ് ഉയർത്തതിന് ശേഷം ശിഷ്യന്മാരോടും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് അവരോട് പറഞ്ഞതാകും ഇത്. അത്രയും 3.5 വർഷക്കാലം യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതിശയങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ആമേൻ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്ന ദൈവമാകുന്നു എന്ന് അവരുടെ ഇടയിൽ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഉയർത്തെഴുന്നേറ്റ് കർത്താവ് യേശു ക്രിസ്തു പോകുന്നതിന് മുമ്പ് ആമേൻ ഹല്ലേലൂയ അവരോട് പറഞ്ഞിട്ട് പോയതാകുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വായിച്ച് കേട്ടതായിട്ടുള്ള ഇത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ആമീൻ. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിപ്പിൻ. ഇന്ന് നമ്മളോട് കർത്താവ് ശിഷ്യന്മാരോട് അന്ന് പറഞ്ഞതുപോലെ ഇന്ന് കർത്താവ് നമ്മോട് ഓരോരുത്തരോടും പറയുന്നതാകുന്നു. നമ്മളെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന വേർപെട്ട് ആരാധിക്കുന്ന മക്കളോട് കർത്താവ് പറയുന്നത് ആമീൻ ഹല്ലേലൂയ, നമ്മൾ വെറുതെ അങ്ങ് ജീവിക്കുവാനല്ല, കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നവരാകുന്നു. ആമീൻ. അവന് വേണ്ടി കർത്താവിന് വേണ്ടി നാം ജീവിക്കുന്നവരായിട്ട് മാറണം. കർത്താവിൻ്റെ വചനം ഇവിടെ പിന്നെ അവനവരോട്, നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് കർത്താവ് അവസാനം പോകുന്നതിന് മുമ്പ് നമ്മളോട് ഓരോരുത്തരോടും പറയുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് ദൈവമക്കളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, നമ്മുടെ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുവാനായിട്ട് നാം തയ്യാറാകണം. നമ്മൾ മനസ്സുകൊണ്ട് നമുക്കതിനൊരു വാഞ്ച വേണം. ആമേൻ ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്നവരായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നവരല്ലായിരിക്കാം. എന്നാൽ നമുക്ക് ആമേൻ ഹല്ലേലൂയ, മോശ പറഞ്ഞ പോലെ എനിക്ക് വാക്സാമർഥ്യമില്ല, എന്നെക്കൊണ്ടത് പറയുവാൻ അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഭയമാകുന്നു, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മുടെ വായിൽ നമ്മൾ പറയേണ്ടതായിട്ടുള്ളത് നമുക്ക് തരും. സകല സൃഷ്ടിയോടും പോയി എൻ്റെ സുവിശേഷന്മാർ പ്രസംഗിപ്പിപ്പീൻ. വിശ്വസിക്കുകയും നമ്മൾ പ്രസംഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ സുവിശേഷം അറിയിക്കുക, നമ്മളിത് കൈമാറുക. ആമീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് കേൾക്കുന്നതായിട്ടുള്ള ആൾക്കാർ പല രീതിയിലുള്ളവരുണ്ട്. ചിലരത് വിശ്വസിച്ച് ഏറ്റെടുക്കും, ചിലരത് ആമീൻ ഹല്ലേലൂയ അത് വിശ്വസിക്കാതെ അത് തള്ളിക്കളയും. എന്നാൽ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവന് ആമീൻ ഹല്ലേലൂയ അവർ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ പറയേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് കഴിഞ്ഞ് കേൾക്കുന്ന മനുഷ്യർ ആമീൻ ഹല്ലേലൂയ അവർ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ അവർ ഹല്ലേലൂയ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവന് ആമീൻ അവർ ശിക്ഷാവിധിയിൽ ഏൽക്കപ്പെടും എന്ന് നമ്മളിവിടെ കാണുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും വിചാരിക്കുമായിരിക്കും, കർത്താവെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാനൊരു വിശ്വാസിയായിട്ട് ജീവിക്കുന്നു, എങ്കിലും ഞാൻ പറയുമ്പോൾ ആത്മാക്കൾ എനിക്ക് എൻ്റെ വാക്ക് കേട്ട് ആത്മാക്കളെ നേടുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു അതിശയ അത്ഭുതങ്ങളും പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പറയും നമ്മൾ വിശ്വസിക്കണം. ആമേൻ. സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ച് നമ്മുടെ വേദനകളെല്ലാം ചുമന്ന് അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. അപ്പം ഒരു രോഗിയുടെ രോഗത്തിൻ്റെ അവസ്ഥയിൽ ആമേൻ കർത്താവ് ഇവിടെ ഒരു വാഗ്ദത്തമാകുന്നു തന്നത്. ആമേൻ ഹല്ലേലൂയ ആ രോഗിക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന്. അപ്പോൾ നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, എങ്ങനെയാണ് ആ വിശ്വസിച്ച് നമ്മൾ ഏറ്റെടുക്കേണ്ടത്? ആമേൻ ഹല്ലേലൂയ. പലപ്പോഴും പിശാച് നമ്മളെ കൊണ്ട് ഇത് ദൈവഹിതമാകുന്നു, ഈ രോഗത്തിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെടണമെന്ന് കർത്താവിൻ്റെ ആഗ്രഹമാണോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കേണ്ടത്, കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ സകല രോഗികളെയും യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവരും എല്ലാവരും ഒരുപോലെ
സൗഖ്യം പ്രാപിച്ചതായിട്ട് നാം കാണുന്നു. അതുകൊണ്ട് കർത്താവിൻ നമ്മളാരും രോഗികളായി ജീവിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നാം ഇന്നൊരു രോഗിയാണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടേ തീർച്ചയായിട്ടും നമുക്ക് ആ സൗഖ്യം ലഭിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടെ, ആ വിശ്വാസം നമ്മളിൽ ഉറച്ച വിശ്വാസം, അടിയുറച്ച വിശ്വാസം, അടിസ്ഥാനമുള്ള വിശ്വാസം, ഒരിക്കലും പതറിപ്പോകാത്ത വിശ്വാസം, ഹല്ലേലൂയ. അല്പവിശ്വാസിയെ എന്ന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുവാനല്ല നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നാം വിശ്വാസം എന്ന വരം ലഭിച്ചവരായിട്ട് വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. ഹല്ലേലൂയ. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അവർ പ്രാർത്ഥിക്കുന്നുടനെ ഹല്ലേലൂയ. ഭൂതങ്ങൾ പുറത്ത് ഓടിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായി എന്ത് കുടിച്ചാലും യാതൊന്നും അവർക്ക് ഹാനികരമായിട്ട് വരത്തില്ല. അപ്പോൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തമാകുന്നു. ദൈവത്തിൻ്റെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വചനമാകുന്നു. നമ്മൾ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. പലപ്പോഴും നമുക്കൊരു ഭയമാകുന്നു ഈ രോഗിയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ ഒരു ഭൂതം പിടിച്ച ഒരു മനുഷ്യനെ ഹല്ലേലൂയ അതിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് പോയി പ്രാർത്ഥിക്കുവാനൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ഭയമാകുന്നു. എന്നാൽ കർത്താവ് പറയുന്ന മരണകരമായി നിങ്ങൾ എന്ത് കുടിച്ചാലും അത് നിങ്ങൾക്ക് ഹാനികരമായിട്ട് ഹാനി വരികയില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പ്രോമിസ്, കർത്താവിൻ്റെ വാഗ്ദത്തമാകുന്നു. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമ്മൾ കൈവച്ചപ്പോൾ, നമ്മൾ കൈപിടിച്ചപ്പോൾ, നമ്മൾ പല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ വിടുതൽ നൽകിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് വിശ്വസിച്ച് ദൈവസന്നിധിയിലേക്ക് നമുക്ക് നമ്മൾ ഈ കേട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ ജീവിതത്തിലുള്ള ഭയം, പേടി, വെപ്രാളം, ഭീതി ഇവയെല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവ് യേശുക്രിസ്തു നമ്മളോട്, ശിഷ്യന്മാരോട് പറഞ്ഞത് അത് എന്നോട് പറഞ്ഞതായിട്ട് നമുക്ക് ഓരോരുത്തർക്കും എടുത്തുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ സുവിശേഷം മറ്റുള്ളവരോട് പറയുവാനായിട്ട് നമുക്ക് എല്ലാ ദിവസവും, ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ വേസ്റ്റ് ചെയ്യാതെ നമ്മളെങ്ങനെയെങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള കർത്താവ്, ഒരു കാലത്ത് നമ്മളും ആ പാപത്തിൽ ജീവിക്കുന്നവരായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ കൃപ, അവൻ്റെ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ട അനുഭവത്തിലേക്ക് കടന്നു വന്നു. ആ തിരിച്ചറിവ് വന്നു. ലൂദിയായുടെ ഹൃദയം വചനം കേട്ടപ്പോൾ തുറന്നതുപോലെ നമ്മുടെ ഹൃദയം കർത്താവ് തുറന്നു തന്നു. അതുകൊണ്ട് തന്നെ നാം ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും നല്ലവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ ജീവിപ്പാനായിട്ട് ദൈവം നമുക്ക് അവസരം തന്നു. നമ്മളെപ്പോലെ ഈ ലോകത്തിൽ അനേക മനുഷ്യർ നിത്യ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അനേക കോടി മനുഷ്യർ കർത്താവിനെ അറിയാതെ ജീവിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ കേൾക്കുന്നവരായിട്ടുള്ള നാം ഓരോരുത്തരും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിക്കട്ടെ. വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നവൻ, സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ വചനം പറയുമ്പോൾ കേൾക്കുന്നവർ രക്ഷപ്പെടുവാനും സ്നാനമേൽക്കുവാനും ദൈവ മക്കളാകുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളോട് കൂടെ നമ്മളെ ശക്തീകരിക്കട്ടെ. വചനം മറ്റുള്ളവരോട് പറയുവാനായിട്ട് ഹല്ലേലൂയ. അവർ കേൾക്കുന്നവർ വളരെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കാം കേൾക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ, ചിലർ കൈക്കൊള്ളും, ചിലർ കൈക്കൊള്ളത്തില്ല. കൈക്കൊള്ളുന്നവർ അവർ സ്നാനമേൽക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള ഈ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ, ഈ വചനം മറ്റുള്ളവരിലേക്ക് നമ്മൾ കൈമാറണം. നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള വിടുതൽ പാപത്തിൽ നിന്നുള്ള, രോഗത്തിൽ നിന്നുള്ള, ശാപത്തിൽ നിന്നുള്ള, എല്ലാത്തിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിച്ചു. ഈ ലോകത്തിൻ്റെ ഹല്ലേലൂയ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. മിസ്രയീമ്യരുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിച്ചതുപോലെ ഈ വചനം ഈ നല്ല സുവിശേഷം മറ്റുള്ളവരിലേക്ക് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമുക്ക് കൈമാറുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. We love the Lord with all our heart, mind, soul and strength. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ, ആത്മാവോടെ, മനസ്സോടെ, ശക്തിയോടെ ദൈവത്തെ ആരാധിപ്പാനായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും കൃപ തരട്ടെ. കർത്താവിൻ്റെ 2 കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം കൃപ തരട്ടെ. ഒരു വിശ്വാസി എന്ന് ജീവിക്കുന്നത് ഉറങ്ങുന്ന പോലെ ജീവിക്കുവാനല്ല, നാം എഴുന്നേറ്റ് അവന് വേണ്ടി പ്രകാശിക്കുവാൻ, അവന് വേണ്ടി പ്രവർത്തിക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഇവിടെ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഹല്ലേലൂയ. ഇനി എനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള
നീതിയുള്ള കിരീടം തരും. അതുപോലെ ഹാലലുയ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള ഓട്ടം സ്ഥിരതയോടെ ഒന്ന് ഓടുവാനായിട്ട് നമ്മളെക്കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹാലലൂയ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്, ഭൂതങ്ങൾ പിടിച്ചവരുടെ അടുക്കിലേക്കൊന്ന് കടന്നു എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, ആമേൻ, സുവിശേഷം കേൾക്കാത്തവരുടെ ഇടയിലൊന്ന് സുവിശേഷം പറയുവാനായിട്ട് ഈ ദിവസങ്ങൾ നമ്മളെ ഓരോരുത്തരെയും ദൈവം ബലപ്പെടുത്തട്ടെ. ഈ നല്ല വചനങ്ങളാൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.